ഈ കാണുന്ന 76 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദിനോസറിന്റെ കാലിലെ എല്ലിൽ ക്യാൻസർ ആയിരുന്നു. അതേപോലെ 17 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികന്റെ കാൽപ്പത്തിയിലും ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ഒരു മോഡേൺ അസുഖമല്ലേ? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടോ? 100-ലധികം രോഗങ്ങളെ നമ്മൾ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ് ക്യാൻസർ. എന്താണ് ക്യാൻസർ? ലൈഫ് ഇൻ അബണ്ടൻസ്, നമ്മൾ കൂടുതലാകുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതേ കാരണം നിയന്ത്രണ വിധേയമല്ലാതെ പോകുമ്പോൾ, നിയന്ത്രണ വിധേയമല്ലാതെ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തെറ്റ് വരുമ്പോൾ, ആ തെറ്റ് ഒരു ഓർഗന്റെ ഫംഗ്ഷനെ തന്നെ ബാധിക്കുമ്പോൾ അത് ക്യാൻസർ ആകും. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, പണ്ടൊന്നും നമ്മൾ ഇത്രയധികം ക്യാൻസർ കേസുകൾ കേട്ടിട്ടില്ലല്ലോ. ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നത് പ്രായമാകുമ്പോഴാണ്. അപ്പോൾ പണ്ടുള്ളവരൊന്നും പ്രായമാകില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1800-കളിൽ ഒരു മനുഷ്യന്റെ ആവറേജ് ആയുർദൈർഘ്യം 35ആയിരുന്നു. പിന്നീട് വന്ന മോഡേൺ മെഡിസിനും വാക്സിനേഷനും ഒക്കെയാണ് അത് ഉയർത്തി 50-ന് മുകളിലേക്കും 60-ന് മുകളിലേക്കും 70-ന് മുകളിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായമാകുമ്പോൾ ഈ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തെറ്റ് വരാനുള്ള സാധ്യത കൂടി. ഇതാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള സ്വാഭാവികമായ കാരണമെങ്കിലും ക്യാൻസറിന് ആക്കം കൂട്ടുന്ന പല കാരണങ്ങളും നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഇന്ത്യയിലെ ടോക്സിക് റൂഫിംഗ്, ആസ്ബെസ്റ്റോ ഷീറ്റുകൾ. ഈ ആസ്ബെസ്റ്റോ ഷീറ്റുകളിൽ നിന്നുള്ള മൈക്രോ ഫൈബറുകൾ ദീർഘകാലം ശ്വസിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാവുമെന്ന് WHO അടക്കം പറഞ്ഞിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ആസ്ബെസ്റ്റോ ഷീറ്റുകൾ ബാൻഡാണ്. പക്ഷേ ഇന്ത്യയിലെ പല പഴയ കെട്ടിടങ്ങളിലും ലോ കോസ്റ്റായ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയ ആസ്ബെസ്റ്റോ ഷീറ്റ് കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയാതെ ഈ ടോക്സിക് ആയിട്ടുള്ള ആസ്ബെസ്റ്റോസിനടിയിൽ കിടന്നുറങ്ങുന്നുണ്ടാവും.